റാപ്പർ വേടൻ കഴിഞ്ഞ കുറേ നാളുകളായി വല്ലാത്ത അവസ്ഥയിലാണ്. കാരണം തുടർച്ചയായ ലൈംഗിക പീഡന പരാതികൾ വേടനെതിരെ രംഗത്ത് വരുന്നുണ്ട്. സർക്കാർ ഇടയ്ക്ക് വേടനെക്കുറിച്ച് പഠിക്കാൻ പാഠഭാഗങ്ങളിലൊക്കെ ഉൾപ്പെടുത്താൻ നീക്കം നടത്തിയിരുന്നു. പല സംഘടനകളും വേടന് പിന്തുണ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ അവരാരും മിണ്ടുന്നില്ല. എന്തുകൊണ്ടോ വേടൻ അവർക്കൊക്കെ അനഭിമിതനായിരിക്കുന്നു. വേടനെ പിന്തുണച്ചുകൊണ്ടുള്ള FB പോസ്റ്റുകളും ആദ്യകാലത്തെ പോലെ വരുന്നില്ല. അത് നമുക്കറിയാം. മയക്കുമരുന്ന് കൈവശം വശത്തിനും പുലിപ്പല്ലി കേസിലുമൊക്കെയാണ് വേടൻ പെട്ടത് എങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ഗൗരവമുള്ള കേസുകളിലേക്ക് വേടൻ ചെന്ന് ചാടുകയാണ്. 2022 മുതൽ ഇങ്ങോട്ടുള്ള വിവിധ പരാതികളാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത്. പക്ഷേ ഇന്ന് കോടതി നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം വേടന് താൽക്കാലിക ആശ്വാസമായിരിക്കുകയാണ്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്നാണ് ചോദ്യം. ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുമ്പോഴൊക്കെ ബലാത്സംഗമായി അതിനെ കണക്കാക്കാനാവില്ല എന്നും വേടൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത പരാതിക്കാരിയോട് ചോദിച്ചിരിക്കുകയാണ്. നിരവധി മീറ്റു ആരോപണങ്ങൾ വേടനെതിരെ ഉണ്ടായെന്ന് പരാതിക്കാരി പറഞ്ഞിട്ട് പോലും സമൂഹ മാധ്യമത്തിലൂടെ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഇത് തെളിയിക്കാനാകുമെന്ന് ചോദിക്കുകയാണ്. മാധ്യമവിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം കോടതിക്ക് തീരുമാനമെടുക്കാനാവില്ല എന്ന് പറഞ്ഞ കോടതി തെളിവുകൾ പരിഗണിച്ച് മാത്രമേ തീരുമാനമെടുക്കാനാവൂവെന്നും പറഞ്ഞു വെച്ചു. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. കാരണം നമുക്കറിയാം, ഇത്തരത്തിൽ ഒരുപാട് കേസുകൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. പലതും ജെനുവിൻ കേസുകളുണ്ട്. ഇപ്പോൾ വേടൻ്റെ കാര്യം എടുത്താൽ ഒരുപക്ഷെ പെൺകുട്ടിയുടെയും കോട്ടയത്തെ ഡോക്ടറുടെയൊക്കെ പരാതി, ഇരകളുടെയൊക്കെ പരാതി വളരെ ജെനുവിനാണെന്ന് തോന്നും. അത്രത്തോളം പീഡന സ്വഭാവം പരാതികൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള നിയമ സംവിധാനങ്ങളുടെ പൊതുവെയുള്ളൊരു മനോഭാവം ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് ശക്തമായ തെളിവുകൾ വേണമെന്ന് തന്നെയാണ്. വർഷങ്ങൾ കഴിഞ്ഞ് നല്ല സമയത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ ബന്ധം പിന്നീട് മോശമാകുമ്പോൾ പരാതിയുമായി വരുന്നതിനെ കോടതി ചോദ്യം ചെയ്യുന്നു. ആത്യന്തികമായി ഇത് ആർക്കാണ് സഹായം ചെയ്യുക? ഇതിനൊക്കെ വളരെ വ്യക്തമായ നിരീക്ഷണങ്ങളും വ്യക്തമായ നിയമ സംഹിതകളും ഒക്കെ വേണ്ടേ? നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ കോടതികൾ ഇങ്ങനെ പറയുമ്പോൾ സമൂഹത്തിൽ നിരവധി സംശയങ്ങൾ ഉയർന്നു വരുന്നില്ലേ? നമുക്ക് പരിശോധിക്കണം ന്യൂസ് at 9 പ്രധാന തലക്കെട്ടുകൾ. ഷഷ്ടാദിനെതിരെ ഒടുവിൽ CPM നിയമ നടപടിക്ക് MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചു. നടപടി PB ഇടപെടലിനെ തുടർന്ന് രാജേഷ് കൃഷ്ണയെ തള്ളാതെ പാർട്ടി നേതാക്കൾ. MP മാർ മത്സരിക്കുന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പമോ? ഷാഫിക്ക് ആഗ്രഹമുണ്ടെന്ന് KPCC അധ്യക്ഷൻ. ഷാഫിക്ക് താല്പര്യമുണ്ടെങ്കിലും പുയ്യാപ്പിളെ വിട്ടുകൊടുക്കാൻ വടകരക്കാർ തയ്യാറില്ല. കോഴിക്കോട്ട് പരമാവധി MLA മാരെ ജയിപ്പിക്കലാണ് ലക്ഷ്യമെന്ന് ഷാഫി. വടകരയിൽ നിന്ന് കൂടുതൽ കോൺഗ്രസ് MLA മാർ UDF MLA മാർ ആ നിയമസഭയിലേക്ക് എത്തുന്നത് കാണാനാണ്. ആ ഉത്തരവാദിത്തമാണ് ഇന്നിപ്പോൾ പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തമാണ്. മന്ത്രിമാരാകാനുള്ള MP മാരുടെ മോഹത്തെക്കുറിച്ചുള്ള ന്യൂസ് 18 വാർത്ത. കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ സജീവ ചർച്ച. ഇന്ത്യ ചൈന തർക്കങ്ങളിൽ മഞ്ഞുരുക്കമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ചൈനീസ് വിദേശകാര്യമന്ത്രി. പല മേഖലയിലും മുന്നോട്ടു പോകാൻ കഴിഞ്ഞുവെന്ന് അജിത് ഡോവൽ. സൈനിക പിന്മാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ തുടരും. ഇന്ത്യ ചൈന ബന്ധത്തിലെ അസ്വസ്ഥതകൾ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ താൽപ്പര്യമായിരുന്നില്ലെന്ന് വാങ് യി. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പുതിയ തന്ത്രവുമായി BJP. സ്ഥാനാർത്ഥികളാകുന്ന നേതാക്കൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതേ മണ്ഡലങ്ങളുടെ ചുമതല നൽകും. പ്രമുഖ നേതാക്കൾക്ക് 2 വീതം മണ്ഡലങ്ങൾ സ്ഥാനാർത്ഥിത്വം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി. സമാന കേസുകളിൽ കോടതിയുടെ ശ്രദ്ധേയ നിരീക്ഷണം. പരസ്പര സമ്മതമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകും? ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോഴൊക്കെ ബലാത്സംഗമായി കണക്കാക്കാനാവില്ലെന്നും കോടതി. ധർമ്മസ്ഥലയിൽ SIT അന്വേഷണം തുടരും. ഫോറൻസിക് ഫലം കാത്ത് സംഘം. അട്ടിമറിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം. ക്ഷേത്രത്തെ തകർക്കാൻ ഗൂഢാലോചനയെന്ന് പരാതി. ഒളിക്കാനൊന്നുമില്ലെന്ന് ധർമ്മസ്ഥല ക്ഷേത്രമധികാരി വീരേന്ദ്ര ഹെഗ്ഡെ. These issues were baseless and created and I was really hurt by this type of allegations on me because my devotees have immense faith in me and they have no doubt about the kshetra or me. കരുത്തോടെ തിരിച്ചു വരാൻ മലയാളത്തിന്റെ മഹാനടൻ. മമ്മൂട്ടിയുടെ പരിശോധനാ ഫലം നെഗറ്റീവെന്ന് ആൻഡോ ജോസഫ്. ആശംസകളോടെ കേരളം. സന്തോഷം പങ്കുവച്ച് മോഹൻലാൽ അടക്കമുള്ള സിനിമാ പ്രമുഖർ.
വൈറ്റ് ഹൗസ് ഉച്ചകോടിയിൽ സമാധാന പ്രഖ്യാപനമില്ല. യുക്രൈന് ഭാവിയിൽ സുരക്ഷ ഉറപ്പു നൽകാൻ ധാരണ. അമേരിക്ക, റഷ്യ, യുക്രൈൻ ത്രികക്ഷി സമ്മേളനം നടത്താനും തീരുമാനം. വെടിനിർത്തൽ ശ്രമങ്ങളോട് മുഖം തിരിച്ച് ഇസ്രായേൽ. സമവായ നിർദ്ദേശത്തോട് അനുകൂല പ്രതികരണമില്ല. ഇന്നലെ ഹമാസ് സമ്മതിച്ചത് 60 ദിവസത്തെ വെടിനിർത്തലിന്. മഴയിൽ മുങ്ങി മുംബൈ. 3 വർഷത്തിനുള്ളിലെ കനത്ത മഴ. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിൽ. ഗതാഗത സംവിധാനം താറുമാറായി. ഒടുവിൽ CPM നടപടിക്ക്. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയ പരാതി കിട്ടിയിട്ടും CPM അത് കാര്യമായി എടുത്തിട്ടില്ല. 2024 മെയ്യിലാണ് ഷർഷാദ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ CPM സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയത്. 1 വർഷത്തിനപ്പുറം മധുര പാർട്ടി കോൺഗ്രസിൽ രാജേഷ് കൃഷ്ണയെ പ്രതിനിധിയാക്കിയത് ഈ പരാതി മറച്ചുവെച്ചിട്ടാണ്. അതേസമയം ഇന്ന് അല്പം മുമ്പാണ് ഷർഷാദിന് നോട്ടീസ് അയക്കാൻ CPM തീരുമാനിക്കുന്നത്. PBയുടെ നിർദ്ദേശപ്രകാരം MV ഗോവിന്ദൻ മാസ്റ്റർ തനിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ നോട്ടീസ് അയക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതോടെ നേരത്തെ ഇന്നലെയൊക്കെ മൗനം പാലിച്ച പാർട്ടി നേതാക്കൾ ഈ വിഷയത്തിൽ ഒരുപക്ഷെ പ്രതികരിച്ചേക്കാം. അതേസമയം കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ട എന്ന് PBയുടെ നിർദ്ദേശവും ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. PBക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വ്യക്തമാകാനുണ്ട്. ഇത് ഇനിയും ഇയാൾ ആരോപണങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഉന്നയിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണോ ആ ചിന്തകൾ പോകുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണോ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും? മുഹമ്മദ് ഷർഷാദിന്റെ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടിക്കാണ് CPM തീരുമാനം. പൊളിറ്റ് ബ്യൂറോ യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി ഷർഷാദിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചത്. അഡ്വക്കേറ്റ് M രാജഗോപാലൻ നായർ മുഖേനയാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. ഷർഷാദ് ഉന്നയിച്ച തെറ്റായ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം. തനിക്കും MV ഗോവിന്ദനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ ശ്യാംജിത്തിനുമെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ പിൻവലിക്കണം. അത് മാനഹാനി ഉണ്ടാക്കുന്നതാണെന്നാണ് നോട്ടീസിലെ പ്രധാന പരാമർശം. 2024 തന്നെ പാർട്ടിക്ക് നൽകിയ കത്തിൽ ക്ഷമാപണം നടത്തിയ ആളാണ് ഷർഷാദ്. നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ക്ഷമാപണം നടത്തിയ ആളാണ് ഷർഷാദ്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ ആ ഉദ്ദേശശുദ്ധിയാണ് MV ഗോവിന്ദൻ ചോദ്യം ചെയ്യുന്നത്. ഏതായാലും CPMന്റെ പൊളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു നടപടിയിലേക്ക് MV ഗോവിന്ദൻ കടന്നത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം ഇത്തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ CPMനെതിരെ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നാണ് MV ഗോവിന്ദൻ പൊളിറ്റ് ബ്യൂറോയിൽ വിശദീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമ നടപടിയായി മുന്നോട്ട് പോകാനും നേരത്തെ പാർട്ടിക്ക് നൽകിയ കത്ത് പുറത്തുവിടാനും ഒക്കെ പൊളിറ്റ് ബ്യൂറോ യോഗം MV ഗോവിന്ദന് അനുമതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ 2024 ഷർഷാദ് അയച്ച കത്ത് MV ഗോവിന്ദൻ CPM പുറത്തുവിട്ടത്. അതിനു പിന്നാലെ ഇന്ന് നിയമ നടപടിക്കും നീങ്ങിയിരിക്കുന്നു. ഏതായാലും 2024 കത്ത് കിട്ടിയ ശേഷവും രാജേഷ് കൃഷ്ണയ്ക്ക് CPMന്റെ പ്രധാന നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നത് തന്നെയാണ് ദുരൂഹമായി തുടർന്നത്. 2024 ഒരു കത്ത് നൽകിയ ശേഷം 2025 CPMന്റെ മധുര പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായി ഇയാളെ ഉൾപ്പെടുത്തി. പിന്നീട് പ്രതിനിധി സമ്മേളനത്തെ തൊട്ട് തലേ ദിവസം പാർട്ടിക്ക് കേന്ദ്ര കമ്മിറ്റിക്ക് വീണ്ടും പരാതി ലഭിച്ചപ്പോഴാണ് സമ്മേളന പ്രതിനിധി പട്ടികയിൽ നിന്ന് ഇയാളെ ഒഴിവാക്കിയത്. അത്രയധികം അടുപ്പം ഇയാൾക്ക് സംരക്ഷണം ഒരുക്കാൻ CPM നേതൃത്വത്തിലെ ഒരു വിഭാഗം ശ്രമിച്ചിരുന്നെന്ന് വ്യക്തമാണ്. ഏതായാലും ഈ ആരോപണങ്ങൾ നിയമപരമായി നേരിടാനാണ് ഇപ്പോൾ CPMന്റെ തീരുമാനം. അതാണ് സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. VV അരുണാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിലെ നിലവിലെ MPമാർക്ക് നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നും മന്ത്രിമാരാൻ ആഗ്രഹമുണ്ടെന്നുള്ള വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടത്. അത് ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ സജീവ ചർച്ചയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MPമാർ മത്സരിക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസിൽ ചർച്ചയും തർക്കവും തുടരുകയാണ്. ഏതായാലും ഇന്നിപ്പോൾ സണ്ണി ജോസഫിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വന്നത് നമ്മൾ കണ്ടു. ഒപ്പം ഷാഫി പറമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയത്തിൽ K മുരളീധരന്റെ പ്രതികരണം വന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട് എന്നതിൽ സംശയമില്ല. കിരൺ ബാബു ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചേരും. കിരൺ, ഇപ്പോൾ MPമാർക്ക് നമുക്കറിയാം അവിടെ കേന്ദ്രത്തിൽ പോയി MP ആയിട്ട് എടുത്തിട്ട് യാതൊരു പ്രയോജനവുമില്ല. അവിടെ ഒന്നും ചെയ്യാനില്ല. ചില സമരങ്ങൾ നടത്താമെന്നല്ലാതെ കുറച്ചൊരു കരുത്തുണ്ട്. രണ്ടാമത്തെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന MPമാർക്ക് എന്ന് മനസ്സിലാക്കിയാൽ പോലും പക്ഷേ കുറച്ചുകൂടി അവർക്ക് അവസരം കേരളത്തിലാണ്. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടിയേക്കാം. ഈ പറഞ്ഞ MPമാരെല്ലാം മന്ത്രിമാരായിരുന്നവരാണ്.
മിക്കവരും മന്ത്രിമാരാകാൻ യോഗ്യതയുള്ളവരുമാണ്. അതാണോ ഇവരുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം? പക്ഷെ അതിനോട് KPCC അത്ര അനുകൂലമായല്ലോ പ്രതികരിക്കുന്നത്. രഞ്ജിത്ത്, കേരളത്തിലെ 7 കോൺഗ്രസ് എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വിവരം കഴിഞ്ഞ ശനിയാഴ്ചയാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. തൊട്ടു പിന്നാലെ തന്നെ UDF കൺവീനർ അടൂർ പ്രകാശ് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ അത്തരമൊരു മത്സരത്തിന് തയ്യാറാണ് എന്നുള്ള പ്രതികരണം നമ്മളോട് തന്നെ നടത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് കെ മുരളീധരൻ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു അനുമതി ആർക്കും നൽകില്ല എന്ന തരത്തിലേക്ക് ചില പ്രതികരണങ്ങൾ നടത്തിയത്. ഇന്നലെ KPCC അധ്യക്ഷൻ നടത്തിയത് ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചാണ്. ഷാഫി പറമ്പിലിൻ്റെ പേര് നമ്മൾ പറഞ്ഞിരുന്നില്ല. പ്രധാനപ്പെട്ട ഒരു കാരണം, അങ്ങനെ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരാഗ്രഹം ഷാഫി പറമ്പിൽ എവിടെയെങ്കിലും പ്രകടിപ്പിച്ചിരുന്നില്ല എന്ന കാരണത്താൽ തന്നെയാണ്. അതുതന്നെയാണ് കൃത്യമായി തന്നെ KPCC അധ്യക്ഷൻ പറഞ്ഞത്. ഷാഫി പറമ്പിലിന് ആഗ്രഹമുണ്ടെങ്കിലും നടക്കില്ല എന്ന്. ഷാഫി പറമ്പിലും തനിക്ക് വടകരയിലും കോഴിക്കോടും പരമാവധി UDF MLA-മാരെ ജയിപ്പിക്കുക എന്നതാണ് തൻ്റെ ദൗത്യം. ആ ഉത്തരവാദിത്തം താൻ നിറവേറ്റും എന്നാണ് പറഞ്ഞത്. എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് MPമാരിൽ പലരും സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അടൂർ പ്രകാശ് ആയാലും, കൊടുക്കുന്നിൽ സുരേഷ് ആയാലും, ആന്റോ ആന്റണി ആയാലും, ബെന്നി ബെഹനാനായാലും, MK രാഘവനും അതോടൊപ്പം തന്നെ K സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും അടക്കമുള്ളവർ ഇത്തരം ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൽ ഇതിപ്പോൾ സജീവ ചർച്ചയായി തന്നെ നിൽക്കുകയാണ്. MPമാർ മത്സരിക്കുന്നതിന് അനുകൂലമായും പ്രതികൂലമായിട്ടുള്ള വാദങ്ങളെല്ലാം ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിലും ഇത് കൂടുതൽ ചർച്ചയാവും എന്നത് ഉറപ്പാണ് രഞ്ജിത്ത്. അതാണ് സാഹചര്യം. കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റിലേക്ക് ഇനി പോകണം. ഇന്നത്തെ പഞ്ച് ഡയലോഗ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ ന്യൂസ് 18 വാർത്തയുടെ പ്രതികരണമാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗ്. അദ്ദേഹം പറയാതെ പറഞ്ഞത് ഷാഫിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ വടകരയിലെ പുതിയാപ്ലയെ അങ്ങനെ വളരെ പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ അവിടുത്തെ ആളുകൾ തയ്യാറല്ല എന്ന് പറയുന്നതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ അടുത്ത വർഷം. അപ്പോൾ ഈ MPമാർ മത്സരിക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടാവും? ഷാഫിക്ക് താല്പര്യമുണ്ടെങ്കിലും നടക്കില്ല. പുയ്യാപ്പിളയെ വിട്ടുകൊടുക്കാൻ വടകരക്കാർ തയ്യാറല്ല. ഇതിന് ഷാഫിയുടെ മറുപടിയും രസകരമായിരുന്നു. നമുക്കറിയാം, ഷാഫി പലപ്പോഴും വളരെ ഔചിത്യത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങളെ സമീപിക്കുകയും ഡയലോഗുകൾ അടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആർക്കും അസ്വാരസ്യം ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്ത ഒരു നേതാവ് കൂടിയാണ് ഷാഫി. വളരെ വിദഗ്ധമായി ഈ KPCC പ്രസിഡന്റ് അപ്രതീക്ഷിതമായ ഈ പറച്ചിലിനെ പ്രതിരോധിച്ചു. പ്രസിഡന്റ് ഇപ്പം നിങ്ങളോട് പിന്നെ തമാശയായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നോട് കൃത്യമായിട്ട് എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടുന്ന് കൂടുതൽ MLA-മാരുണ്ടാവണം. അതുപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോടും സത്യം പറഞ്ഞൊരു കോൺഗ്രസ് MLA ഉണ്ടായിട്ട് ഒത്തിരി വർഷങ്ങളായി. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർട്ടി പറയുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ മേലുള്ള റെസ്പോൺസിബിലിറ്റിയും തിരിച്ചറിയുന്നുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തന്നെ നടപ്പിലാക്കാനുള്ള കഠിനാധ്വാനം ചെയ്യും. വേടന് താൽക്കാലിക ആശ്വാസം. റാപ്പർ വേടന്റെ അറസ്റ്റ്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ ആരോപണ നിഴലിലാണ്. കേസുമായി മറ്റുമായി വേടൻ ഇങ്ങനെ കുഴയുന്നതിൻ്റെ പശ്ചാത്തലമുണ്ട്. ഇതിനിടയിൽ വേടൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെ അറസ്റ്റ് ചെയ്തതെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഉപേക്ഷ സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന ഹൈക്കോടതിയുടെ ചോദ്യം ഈ വിഷയത്തിൽ ഏറെ ശ്രദ്ധേയമായി എന്നുള്ളതാണ്. അതായത് പരസ്പര സമ്മതത്തോടുകൂടിയുള്ള ലൈംഗിക ബന്ധം, പിന്നീട് ഈ ബന്ധം വഷളാകുമ്പോൾ അത് കേസുമായി മറ്റും മുന്നോട്ട് വരിക, അത് ശരിയായ രീതിയല്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നു. ഏതായാലും വേടൻ താൽക്കാലിക ആശ്വാസമാണ്. പക്ഷേ അത് കോടതിയുടെ നിരീക്ഷണം പ്രധാനമാണ്. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നവമി, യഥാർത്ഥത്തിൽ വേടന് ആശ്വാസകരമായ ഒന്നാണ്. പക്ഷേ അപ്പോഴും കോടതി പൂർണ്ണമായും അറസ്റ്റ് ഒഴിവാക്കാനും നിയമ നടപടികൾ റദ്ദാക്കാനും ഒന്നും തീരുമാനിച്ചിട്ടില്ല. റാപ്പർ വേടനെ സംബന്ധിച്ച് അല്പം ഒരു ആശ്വാസം കിട്ടുന്ന പരാമർശം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വേടന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. നാളെ ഹർജി വീണ്ടും പരിഗണിക്കും. ഇന്ന് വിശദമായ ഒരു വാദം തന്നെയാണ് നടന്നത്. പ്രധാനമായും ഈ പരാതിക്കാരിയുടെ അഭിഭാഷകയാണ് ഇന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിച്ചത്. ഒന്നാമത് അവർ പറഞ്ഞത് വേടനെതിരെ മീറ്റു ആരോപണവും ഉന്നയിച്ചിരുന്നു. അന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ വന്ന് മാപ്പ് പറഞ്ഞ വ്യക്തി കൂടിയാണ് വേടൻ. ഒപ്പം ഈ കഴിഞ്ഞ
കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്ക് അടക്കം വേടനെതിരെ ബലാത്സംഗ കേസിന്റെ പരാതികൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങളടക്കം ഇത് വാർത്തയാക്കുകയും ചെയ്തു എന്ന് അഭിഭാഷക കോടതിയെ അറിയിച്ചു. പക്ഷേ കോടതി ചോദിച്ചത് മാധ്യമങ്ങളിൽ വാർത്ത വന്നതുകൊണ്ട് മാത്രം ഇതിലൊരു നടപടി എടുക്കാൻ കഴിയില്ല, പകരം കൃത്യമായിട്ടുള്ള തെളിവുകൾ ആവശ്യമാണ് എന്നുകൂടി കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരാമർശമുണ്ടായി. ഒപ്പം പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് ചോദിക്കുകയുണ്ടായി. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എങ്ങനെയാണ് ബലാത്സംഗമായി മാറുക എന്ന കാര്യം കൂടി ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുമ്പോഴൊക്കെ ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ല എന്നുകൂടി കോടതി പറഞ്ഞു. ഇതിനെ തുടർന്നാണ് തൽക്കാലം പോലീസിനോട്, അന്വേഷണ സംഘത്തോട് വേടനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നൊരു നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഇപ്പോഴും വേടൻ ഒളിവിലാണ്. എവിടെയാണ് വേടൻ എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ലുക്കൌട്ട് നോട്ടീസ് അടക്കം പോലീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചതിന് ശേഷം, കോടതിയുടെ അന്തിമ വിധി വന്നതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടന്നാൽ മതി എന്ന തീരുമാനത്തിൽ തന്നെയായിരുന്നു അന്വേഷണ സംഘവും ഉണ്ടായിരുന്നത്. മറ്റൊന്ന്, ഈ ഇൻഫ്ലുവൻസർ ആണോ വ്യക്തിയാണോ എന്നതിലല്ല പ്രശ്നം എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. എന്ത് കുറ്റമാണ് ചെയ്തത്, തെളിവുകളാണ് വേണ്ടത് എന്നുകൂടി പറയുന്ന സാഹചര്യമുണ്ടായി. ഇൻഫ്ലുവൻസർ ആണോ അല്ലയോ എന്നതിലല്ല, വ്യക്തി എന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും അമർചിത്ര കഥ വായിച്ചാണ് വളർന്നതെന്ന് ഹൈക്കോടതി പറയുന്ന സാഹചര്യമുണ്ടായി. പുരാണ കഥകൾ പറയേണ്ടതില്ല എന്നും കോടതിയുടെ ഭാഗത്തു നിന്നും ഈ അഭിഭാഷകയ്ക്ക് നേരെ ഒരു പരോക്ഷമായിട്ടുള്ള വിമർശനം എന്ന രീതിയിൽ കോടതി ഒരു പരാമർശം നടത്തുകയും ചെയ്തു. എന്തായാലും കോടതിയിൽ നിന്നും താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം തന്നെയാണ് വേടന് ഉണ്ടായിരിക്കുന്നത്. ഇനി എന്തായിരിക്കും നാളെ ഹർജി പരിഗണിക്കുമ്പോൾ കോടതിയുടെ അന്തിമമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകുക എന്നതാണ് കാത്തിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും ഹർജി പരിഗണിച്ചിരുന്നു. അന്നും പോലീസിനോട് റിപ്പോർട്ട് നൽകുവാൻ ആവശ്യപ്പെട്ടിരുന്നു. വേടന്റെ കേസിൽ എന്താണ് തുടർ നടപടികൾ, അല്ലെങ്കിൽ എന്താണ് വേടനെതിരായിട്ടുള്ള കേസ്, അതിലൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം ഇന്നലെയും വാദം നടന്നു. ഇന്ന് വിധി പറയാനായി മാറ്റിയെങ്കിലും വിശദമായിട്ടുള്ളൊരു വാദം ഇന്ന് നടക്കുന്ന സാഹചര്യത്തിലാണ് വിധി നാളത്തേക്ക് പറയാമെന്ന് കോടതി പരാമർശിക്കുന്ന സാഹചര്യമുണ്ടായത്. എന്നാലും വേടനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് കോടതിയുടെ ഇത്തരത്തിലുള്ള പരാമർശം. 2 പരാതികൾ കൂടി വേടനെതിരെ ഉയർന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. അതും ബലാത്സംഗ കേസ് തന്നെയാണ്. വേടൻ ഫ്ളാറ്റിലേക്ക് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് 2 പെൺകുട്ടികൾ നൽകിയിരിക്കുന്ന പരാതി. അത് മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇവർ മുഖ്യമന്ത്രിയെ കാണണം എന്ന് നേരിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാലും തുടരെയുള്ള വിവാദങ്ങൾ തന്നെയാണ് വേടനെ തേടിയെത്തുന്നത്. ഇപ്പോൾ എന്തായാലും കോടതിയുടെ മുൻകൂർ ജാമ്യ അപേക്ഷയിൽ കോടതി മുമ്പാകെ ഇരിക്കുകയാണ്. എന്താണ് ഇനി അതിലൊരു തീരുമാനം വരിക എന്നതാണ് ഉറ്റുനോക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വെള്ളിത്തിരയിലെ മമ്മൂട്ടിക്കാലം തിരികെ വരുന്നു. മലയാളിയുടെ പ്രിയ നടൻ മമ്മൂട്ടി മടങ്ങി വരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായും മാറി ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു. ദൈവമേ നന്ദി 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 എന്നാണ് നിർമ്മാതാവും മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തുമായ ആൻഡോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മമ്മൂട്ടി. അതുമാത്രമല്ല, മോഹൻലാലിൻ്റെ FB പോസ്റ്റ് നമ്മൾ കണ്ടു. അതുമാത്രമല്ല, അനവധി ആളുകൾ മമ്മൂട്ടിക്കായി പ്രാർത്ഥിച്ചിരുന്നു. അവരൊക്കെ ഏറെ സന്തോഷത്തോടെയാണ് ഇന്ന് പ്രതികരിച്ചത്. നവമി ദിനേശ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മമ്മൂട്ടിയുടെ ആരോഗ്യ വിവരവുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾ തന്നെയാണ് ഏവർക്കും സന്തോഷം നൽകുന്നത്. വലിയ ആശങ്ക തന്നെയായിരുന്നു. മമ്മൂട്ടി ഒരു ഇടവേളയായി ഈ സിനിമയിൽ നിന്നൊക്കെ മാറി നിന്നത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് ആരാധകർ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. അതിനിടയിലാണ് നിർമ്മാതാവായിട്ടുള്ള ആൻഡോ ജോസഫ്, മമ്മൂട്ടിയുടെ തന്നെ സന്തത സഹചാരിയാണ്, അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് പ്രകാരം അദ്ദേഹത്തിന്റെ പരിശോധനാ ഫലങ്ങളെല്ലാം വന്നു, നെഗറ്റീവാണ്. അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് വലിയ സന്തോഷം തന്നെയാണ് സിനിമാ മേഖലകളിൽ ഒന്നടങ്കം, പ്രത്യേകിച്ച് മലയാളികൾക്ക്, മമ്മൂട്ടി ആരാധിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ നൽകുന്നത്. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ അടക്കം വലിയ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഡിസംബർ 7 ഇപ്രാവശ്യം ഞാൻ അറിയാൻ കഴിഞ്ഞത് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് ഇന്റർനാഷണൽ സംസ്ഥാന കമ്മിറ്റിയും എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റി ചേർന്ന് എല്ലാ വർഷത്തെക്കാളും വലിയ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനം സജീവമായിട്ട് ചെയ്യാനുള്ള
പരിപാടികളിലാണ്. മാത്രമല്ല മമ്മൂട്ടിയുടെ സഹപ്രവർത്തകരെ അടക്കം ഈ ഒരു സന്തോഷം ന്യൂസ് 18ലൂടെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. നടി ശ്വേതാ മേനോൻ അടക്കം വലിയ സന്തോഷമുണ്ടെന്ന് പറയുന്നു. കാരണം ഈ അമ്മ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ മമ്മൂട്ടിയുടെ ഒരു അസാന്നിധ്യം അത് വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ ഈ സഹപ്രവർത്തകർക്കൊക്കെ വലിയ വിഷമമായിരുന്നു. അദ്ദേഹം ഫോണിലൂടെ എല്ലാവരും ഈ സ്ഥാനാർത്ഥികളുമായിട്ടും മറ്റംഗങ്ങളുമായിട്ടും ബന്ധപ്പെടുകയും അതിൻ്റെ തുടർ നടപടികളെക്കുറിച്ചും തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വേണ്ട രീതിയിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ മമ്മൂട്ടി ഇല്ലാത്തൊരു അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് വലിയ വിഷമം തന്നെയായിരുന്നു. ജനറൽ ബോഡിയിലും ഒന്നും അദ്ദേഹത്തെ കണ്ടിരുന്നില്ല. എന്നാലും ആ ഒരു വിഷമം ഈ ഒരു വാർത്ത കേട്ടതോടുകൂടി മാറിക്കിട്ടിയെന്നും ഉടനെ തന്നെ മമ്മൂട്ടി അസോസിയേഷനിലേക്കും ഒപ്പം സിനിമയിലൊക്കെ സജീവമാകണം എന്ന് തന്നെയാണ് പ്രാർത്ഥനയെന്നും അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്നും ശ്വേതാ മേനോനും മറ്റ് സിനിമാ താരങ്ങളും അറിയിച്ചു. ഐ എം സോ ഹാപ്പി. ആൻഡോ പറഞ്ഞുകൊണ്ട് അത് ഒഫീഷ്യലി ആയിട്ട് തന്നെ നമ്മളത് കരുതണം. മമ്മൂക്കാന്റെ ബർത്ത്ഡേ വരാൻ പോവാണ്. So we should all wish him a good health and lots of എന്താ പറയാ എല്ലാം ലൈഫ് ആൻഡ് ഐസ് എല്ലാം. ഒരു 6 മാസമായിട്ട് നമുക്ക് മിസ്സിംഗ് ആയിരുന്നു. എന്ന് വെച്ചാല് മാർച്ച് ഏപ്രിൽ ഒരുപക്ഷെ എല്ലാവരുടെയും മനസ്സിൽ എല്ലാ കുടുംബങ്ങളും മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയായിരുന്നു കാണും മമ്മൂക്കയുടെ ആരോഗ്യത്തിന് വേണ്ടി. അങ്ങനെ അല്ലാത്ത ഒരാളും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനും അതിൽ ഒരു ഭാഗമായിരുന്നു. മമ്മൂക്കയ്ക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയും ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരാൾ തന്നെയാണ്. മുഴുവനായിട്ടും ടോട്ടൽ റെമിഷൻ, മുഴുവൻ അസുഖം നെഗറ്റീവായി, അസുഖം മാറി എന്നറിയുമ്പോൾ നമുക്കത് ഒരു വലിയ ഇത്രയും ഭയങ്കര ഒരുപാട് നന്ദിയോടെ ഈശ്വരനോട് നന്ദി, ചികിത്സിച്ച ഡോക്ടർമാരോട് ആശുപത്രിയോടൊക്കെ നന്ദി. പൂർണ്ണ ആരോഗ്യവാനായിട്ട് അദ്ദേഹം തിരിച്ചു വരണം. അദ്ദേഹത്തിന് ഇനിയും എത്രയോ വേഷങ്ങൾ കാണാനുണ്ട്. മഹേഷ് നാരായണന്റെ സിനിമ ലൊക്കേഷനിൽ നിന്നുമായിരുന്നു മമ്മൂട്ടി ഒരു ചികിത്സയ്ക്ക് വേണ്ടി മാറി നിന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഡോക്ടർ നിർദ്ദേശിച്ച വിശ്രമ സമയം കൂടി കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വീണ്ടും സിനിമ ഷൂട്ടിങ്ങിലേക്ക് വരുമെന്നാണ് പറയുന്നത്. ഒപ്പം മറ്റ് ചില പ്രോജക്റ്റുകളും ബാക്കിയാക്കി വെച്ചിട്ടുണ്ട്. അതും ഉടനെ തന്നെ പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഉടനെ തിയേറ്ററുകളിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അടുത്ത് നടന്ന കുറച്ച് സംഭവങ്ങൾ, പ്രത്യേകിച്ച് VS അച്യുതാനന്ദൻ മരിച്ചപ്പോഴായാലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള സാനുമാഷ് മരിച്ചപ്പോഴൊന്നും മമ്മൂട്ടിക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. സാധാരണ ഇങ്ങനെയുള്ള അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്രയും പ്രിയപ്പെട്ട ആളുകളുടെ മരണത്തിനൊക്കെ അദ്ദേഹം വരുന്നതാണ്. പക്ഷേ മമ്മൂട്ടിയുടെ അവിടുത്തെയുള്ള അസാന്നിധ്യമൊക്കെ ഏറെ ചർച്ചയാകുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനൊക്കെ വിരാമമായിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ ആരോഗ്യം പൂർണ്ണമായും തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. കുറച്ച് ഡോക്ടർ നിർദ്ദേശിച്ച വിശ്രമ ഈ സമയം കൂടി കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലും ഒപ്പം ഈ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും സിനിമയിലുമൊക്കെ നിറഞ്ഞു നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഡൽഹിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്ക് ഇന്ന് കളമൊരുങ്ങി. ഇന്നലെയും ഇന്നുമായാണ് ചർച്ച. പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായുള്ള ചർച്ചകൾക്ക് പിന്നാലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് പുതിയ ഊർജ്ജമുണ്ടെന്നും പല മേഖലയിലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞുവെന്നും അജിത് ഡോവൽ പറഞ്ഞു. കിഴക്കൻ ലഡാക്ക് മേഖലയിൽ സൈനിക പിന്മാറ്റമടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ തുടരും എന്നാണ് വിവരം. ഇന്ത്യ ചൈന അസ്വസ്ഥതകളൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട കൂടിയാലോചന നടക്കുന്നത് എന്നുള്ളത് നിർണായകമാണ്. VR കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ചെറിയ കാര്യമല്ല. കാരണം അമേരിക്കയുമായി നമുക്ക് അസ്വാരസ്യങ്ങളുണ്ട്. നമ്മുടെ വ്യാപാര താല്പര്യങ്ങൾ അമേരിക്കയെ വല്ലാത്ത വിഘാതം സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ട്. നമുക്ക് അതിജീവിക്കണം, മുന്നോട്ട് പോകണം. അവിടെയാണ് ഒരു പുതിയ പ്രതീക്ഷ, പുതിയ ചർച്ച. പ്രത്യേകിച്ചും അയൽരാജ്യമാണ് ചൈന. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്? രഞ്ജിത്ത്, അതുതന്നെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ 2 രാജ്യങ്ങൾ അവരുടെ ഉഭയകക്ഷി ചർച്ച അത് വലിയ പ്രാധാന്യത്തോടെയാണ് പ്രത്യേകിച്ച് ഇപ്പോഴുള്ള സമകാലിക പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി നിർണായകമാകുന്നത്. താരിഫ് ഭീഷണി അടക്കം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തിയ ചൈനീസ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ വ്യാപാര ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സജീവമായി നടന്നത്. ആ ചർച്ചകളിൽ എല്ലാം തന്നെ ഇന്ത്യക്ക് ചില ഉറപ്പുകൾ ചൈന നൽകി എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അതിൽ ഏറ്റവും പ്രധാനം വളം, അതോടൊപ്പം തന്നെ ധാതുക്കൾ, അതോടൊപ്പം തന്നെ ഈ തുരങ്ക നിർമ്മാണ മെഷീനുകൾ ഇതടക്കമുള്ളവ ഇന്ത്യക്ക് നൽകുന്ന കാര്യത്തിൽ ചൈനയുടെ ഭാഗത്ത് നിന്ന് നിർണായക ഉറപ്പുകൾ ലഭിച്ചു. അതിന് പിന്നാലെയാണ് ഇന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി ചർച്ചകൾ നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനം അതിർത്തിയിലെ സൈനിക പിന്മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയായി എന്നുള്ളതാണ്. നമുക്കറിയാം
നമുക്കറിയാം 2020 ഗാൽവാൻ താഴ്വരയിലുണ്ടായ സംഘർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ല. നേരത്തെ ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഇരു രാഷ്ട്രത്തലവന്മാരും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു എങ്കിൽ കൂടിയും പല തരത്തിലുള്ള പിരിമുറുക്കങ്ങൾ നിലനിന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ചർച്ചകൾ നിർണായകമാകുന്നത്. എന്തായാലും സൈനിക പിന്മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് കിഴക്കൻ ലഡാക്ക് മേഖലയിൽ സൈനിക പിന്മാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ കാര്യമായ ചർച്ചയിൽ പുരോഗതിയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും 50,000 മുതൽ 60,000 വരെ സൈനികരെ ആ മേഖലയിൽ ഇന്ത്യയും ചൈനയും വിന്യസിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ചർച്ച നിർണായകമാകുന്നത്. സൈനിക പിന്മാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഓഗസ്റ്റ് അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഷാങ്ഹായ് കോർഡിനേഷൻ ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ആ ഉച്ചകോടിയുടെ ഭാഗമായി അദ്ദേഹം ചൈനീസ് പ്രസിഡന്റുമായി ചർച്ച നടത്തും. ഒരുപക്ഷെ ആ ചർച്ചയിലാവും തുടർ തീരുമാനങ്ങൾ ഉണ്ടാവുക. എന്തായാലും സൈനിക പിന്മാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം എന്നതാണ്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നു എന്ന തരത്തിലാണ് ഈ ദ്വിദിന സന്ദർശനത്തിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ. രഞ്ജിത്ത്, വി ആർ കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടയിൽ ഗാസയിൽ സമാധാനത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ആണ് ഹമാസ് ഇതിനോട് ഏതാണ്ട് ഒരു യോജിപ്പ് പ്രകടിപ്പിച്ചത്. പക്ഷേ ഇതിനോട് മുഖം തിരിക്കുകയാണ് ഇസ്രായേൽ. ഗാസയിൽ നടത്തുന്ന ആക്രമണം ഒഴിവാക്കാൻ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇതുവരെ ഇതിനോട് അനുകൂലമായി പ്രതികരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഹമാസിനും നിലവിൽ സമാധാന നീക്കങ്ങളോട് താൽപ്പര്യമുണ്ട്. ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയാത്തതിനാൽ ഭരണകൂടത്തിനെതിരെ ഇസ്രായേൽ ജനതയും തിരിഞ്ഞിരിക്കുകയാണ്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇത് ഇപ്പോൾ സമാധാനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഹമാസാണ്. ദിവസേന നൂറുകണക്കിന് ആളുകളാണ് അവിടെ പലസ്തീനിൽ കൊല്ലപ്പെടുന്നത്. ഇസ്രായേൽ പക്ഷേ അത്ര അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴത്തെ ബന്ദികളെ മോചിപ്പിക്കുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങളിലോട് ഇസ്രായേൽ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? രഞ്ജിത്ത്, ഗസയിൽ സംഘർഷം ലഘൂകരിക്കപ്പെടുന്നില്ല എന്നത് മാത്രമല്ല, അത് മൂർച്ഛിക്കുകയുമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 60 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. പലസ്തീന് മേൽ വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും നിലകൊള്ളുന്നത്. ഒരു തരത്തിലുള്ള അനുരഞ്ജന ചർച്ചകൾക്കും ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥം വഹിച്ച് ചില ഫോർമുലകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ ഇപ്പോൾ മുഖവിലേക്കെടുക്കുകയോ അത് ചെവിക്കൊണ്ട് ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് എത്താനും ഇസ്രായേൽ തയ്യാറാകുന്നില്ല. മാത്രമല്ല, ബെഞ്ചമിൻ നെതന്യാഹു ഗസയുടെ ഏറ്റവും സുപ്രധാന ഭാഗങ്ങൾ പിടിച്ചെടുക്കുക എന്ന ഒരു നിർണായക തീരുമാനത്തിലുമാണ്. അവിടെയും രാജ്യത്ത് നിന്ന് നെതന്യാഹുവിനെതിരെ വലിയ എതിർപ്പുകൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം 50ഓളം പേരെ ബന്ദികളാക്കി ഹമാസ് വെച്ചിട്ടുണ്ട്. ഇവരുടെ ജീവനുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൽ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന നിലയുണ്ടായതും ഭരണകൂടത്തിനെതിരെ അവർ ഈ പ്രതിഷേധ സമരവുമായി രംഗത്ത് വരുന്നതും. ഇതിൽ 20 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. അവശേഷിക്കുന്നവരുടെ ജീവനെങ്കിലും രക്ഷിക്കണമെന്ന ആവശ്യവുമായാണ് ഈ ജെറുസലേമിന് സമീപത്തെ തെരുവുകളിലേക്ക് ജനങ്ങൾ എത്തുന്നത്. ടെല്ലവീവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ഈ പ്രതിഷേധം വ്യാപിക്കുന്നുമുണ്ട്. അവിടെ നെതന്യാഹുവിന് മേൽ അങ്ങനെ ഒരു സമ്മർദ്ദം കൂടിയുണ്ട്. പക്ഷേ അപ്പോഴും ഈ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിലേക്ക് എത്താനോ അങ്ങനെ ഒരു ഒത്തുതീർപ്പിൻ്റെ വഴിയിൽ അല്ലെങ്കിൽ ഒരു സമവായത്തിൻ്റെ വഴിയിലേക്ക് പോകാനോ ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 24 മണിക്കൂറിന് മരണത്തിൻ്റെ കണക്കാണ് നമ്മൾ ഈ 60 എന്ന് പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഏതാണ്ട് 300-നടുത്ത് മരണങ്ങൾ സംഭവിക്കുന്നു. ഇതിൽ 100-ലധികം പേരും കുട്ടികളാണ് എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. നേരത്തെ മാധ്യമപ്രവർത്തകർ അടക്കം അവിടെ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഹമാസുമായി ഒരു ഒത്തുതീർപ്പിനുമില്ല എന്ന നിലയിലേക്ക് പോകുമ്പോൾ UAE ഉൾപ്പെടെ അങ്ങനെയുള്ള അറബ് രാജ്യങ്ങൾ പലസ്തീന് കുടിവെള്ളം ഉൾപ്പെടെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അത് പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല. ദീർഘകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളാണ്. ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാടിൽ ഇസ്രായേൽ നിൽക്കുകയും ചെയ്യുന്നു. അമേരിക്കയാകട്ടെ പലസ്തീനിൽ നിന്നുള്ള വിസ അത് തടഞ്ഞിരിക്കുകയാണ്. അമേരിക്കയിലേക്ക് പലസ്തീനിൽ നിന്നുള്ള ആളുകൾ എത്തുന്നത് അതിനൊരു വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് സന്ദർശക വിസ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ആ നിലയ്ക്കുള്ള നീക്കവുമായി പോകുന്നു. നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് ഇപ്പോൾ റഷ്യയും യുക്രൈനുമായി ഒരു യുദ്ധം നടക്കുമ്പോൾ അവിടെ യുക്രൈൻ്റെ ഭാഗത്ത് അതിശക്തമായി നിലയുറപ്പിച്ച് ട്രംപ് വലിയൊരു നിലപാടുമായി മുന്നോട്ട് പോകുന്നു. ഇന്ത്യയോടക്കം പറയുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്, സമാധാനമാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന്. എന്നാൽ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു നിലപാടില്ല. നമുക്കതറിയാം, ചരിത്രപരമായ പല കാരണങ്ങളുണ്ട്. എങ്കിൽ തന്നെയും കുഞ്ഞുങ്ങളടക്കം ഗസയിൽ മരിച്ചു വീഴുമ്പോൾ, പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ, ആഹാരം തേടി പോകുന്നവരെ ഇസ്രായേൽ സേന വെടിവെച്ച് കൊല്ലുമ്പോൾ ഇതെല്ലാം അമേരിക്ക കൂടി കണ്ടു നിൽക്കുകയാണ്. ഏതായിരുന്നാലും ലോകത്തിന് മുന്നിൽ വലിയൊരു വേദന
തന്നെയായി ഗസയിലെ സാഹചര്യം മാറുന്നുണ്ട്. തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സമാധാന ശ്രമങ്ങൾ എങ്ങും എത്തുന്നില്ല എന്നുള്ളതാണ് ഗസയിൽ ഇസ്രായേൽ പലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്. ഇതിനിടയിലാണ് ഇന്നലെ സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ച ഉണ്ടായത്. ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ സമാധാന പ്രഖ്യാപനമുണ്ടായില്ല. വെടിനിർത്തലടക്കമുള്ള പ്രഖ്യാപനങ്ങളും കൂടിക്കാഴ്ചയിൽ സംഭവിച്ചില്ല. എന്നാൽ യുക്രൈന് ഭാവിയിൽ സുരക്ഷാ ഉറപ്പ് നൽകാൻ ധാരണയായി എന്നാണ് വിവരം. വെടിനിർത്തലടക്കം ചർച്ച ചെയ്യുന്നതിനായി അമേരിക്ക, റഷ്യ, യുക്രൈൻ ത്രികക്ഷി സമ്മേളനം ചേരാനും തീരുമാനമായി. സമാധാന ശ്രമത്തിന് ട്രംപിന് നന്ദി അറിയിച്ച സെലൻസ്കി യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും സഹായം ആവശ്യപ്പെട്ടു. താൽക്കാലികമായ യുദ്ധവിരാമമല്ല, ശാശ്വതമായ സമാധാനമാണ് യുക്രൈൻ ആഗ്രഹിക്കുന്നതെന്ന് സെലൻസ്കി വ്യക്തമാക്കി. ത്രികക്ഷി സമാധാന ചർച്ചകൾക്ക് തയ്യാറെന്നും സെലൻസ്കി ട്രംപിനെ അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സമാധാനം ആഗ്രഹിക്കുന്നതായി ട്രംപ് മറുപടി നൽകി. യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈനും റഷ്യയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ചർച്ചയ്ക്കിടെ പുടിനുമായി 40 മിനിറ്റോളം ട്രംപ് ഫോണിൽ സംസാരിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ആദ്യഘട്ടമായി പുടിനും സെലൻസ്കിയുമായുള്ള നേർക്കുനേർ ചർച്ചയ്ക്ക് വേദിയൊരുക്കും. അതിനുശേഷം ത്രികക്ഷി ചർച്ചകൾ നടക്കും. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും യുക്രൈന് സുരക്ഷ ഉറപ്പാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. സംഘർഷം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ അഭിനന്ദിച്ചു. അടുത്ത ചർച്ചയിൽ തന്നെ വെടിനിർത്തൽ സംബന്ധിച്ച് ധാരണയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇത്തവണ വെടിനിർത്തലിൽ തീരുമാനമായില്ലെങ്കിലും ചർച്ച ഫലപ്രദമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടവേള. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥിയായി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി മുൻ ജഡ്ജിയും ഹൈദരാബാദ് സ്വദേശിയുമാണ് സുദർശൻ റെഡ്ഡി. തൃണമൂൽ കോൺഗ്രസ് ആണ് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയുടെ പേര് മുന്നോട്ട് വെച്ചത്. രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാളെ പരിഗണിക്കാൻ യോഗം തീരുമാനിക്കുകയായിരുന്നു. നേരത്തെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെ പേരുകളും പരിഗണിച്ചിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിന് ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് പ്രഖ്യാപനം നടത്തിയത്. മറ്റന്നാൾ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. Because it is the parliamentarians who elect the vice president. It is not the political parties. Political parties may sponsor the candidates. Sir, there is only one citizenship in this country. That is Indian citizenship. Myself and Sri Radhakrishnan ji are Indian nationals. Whether it is south, north, east, west, nothing like that. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രളയ സമാനമാണ് അവിടുത്തെ സാഹചര്യങ്ങൾ. മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ച് മുംബൈയിൽ മഴ അതിശക്തമാണ്. ഒറ്റ രാത്രി കൊണ്ട് 200 മില്ലിമീറ്റർ മഴ അവിടെ പെയ്തൊഴിഞ്ഞു. നിരവധി സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂക്ഷമാണ്. മറാഠ്വാഡ മേഖലയിൽ 5 ദിവസത്തിനിടെ 6 പേർ മരിച്ചു. 205 മൃഗങ്ങൾ ചത്തൊടുങ്ങിയെന്നാണ് കണക്കുകൾ പുറത്തുവിടുന്നത്. മുംബൈ സബർബൻ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ട് കാരണം മുംബൈയിലേക്കുള്ള ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. വിമാനത്താവളത്തിലേക്കുള്ള പാതകൾ പലതും തടസ്സപ്പെട്ടു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ബൃഹൻ മുംബൈ മേഖലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 21 വരെ ശക്തമായ മഴ തുടരാൻ തന്നെയാണ് സാധ്യത. കാലാവസ്ഥാ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ മുന്നറിയിപ്പുകൾ ഇന്ന് രാത്രിയോടെ നൽകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഏഷ്യ കപ്പിൽ സഞ്ജു ഓപ്പണറാകും. ഏഷ്യ കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച് സഞ്ജു സാംസൺ. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ മലയാളി താരം സഞ്ജു പ്രധാന വിക്കറ്റ് കീപ്പറായി കളിക്കും. ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റനായി ടീമിലെത്തി. യശസ്വി ജയ്സ്വാളിനെയും ശ്രേയസ് അയ്യരെയും ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അഭിഷേക് ശർമ്മ മികച്ച ഫോമിലായതുകൊണ്ട് യശസ്വി ജയ്സ്വാൾ ടീമിൽ നിന്ന് പുറത്താവുകയായിരുന്നു.
അജിത് അഗാർക്കർ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. നേരത്തെ സഞ്ജുവിന് പകരം സഞ്ജുവിന് ആദ്യ 11 ഇടമുണ്ടാകുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അജിത് അഗാർക്കർ എന്നാണ് മനസ്സിലാകുന്നത്. ഏഷ്യ കപ്പിലെ എല്ലാ കളികളിലും സഞ്ജുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ശ്രേയസ് അയ്യർ പുറത്തായതും ശ്രദ്ധേയമായ സാഹചര്യം സൃഷ്ടിച്ചു. ശുഭ്മാൻ ഗില്ലിൻ്റെ വരവും ഇന്ത്യൻ ടീമിൽ മറ്റൊരു ചരിത്രമാകുകയാണ്. നമുക്ക് ഇന്നത്തെ വൈറൽ കട്ട്സിലേക്ക് പോവാം. മുംബൈയിൽ മഹാപ്രളയമാണ്, നമുക്കറിയാം. അതിൻ്റെ വാർത്ത അല്പം മുമ്പ് ന്യൂസ് 18 പ്രേക്ഷകർ കണ്ടിരുന്നു. മുംബൈയിലെ പ്രളയത്തിൽ വളരെ പെട്ടെന്ന് വെള്ളത്തിലേക്ക് പോയ ഒരു കാറിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ വൈറൽ കട്ട്സിൽ കാണുന്നത്. വെള്ളത്തിൻ്റെ ആഴമറിയാതെ കാറ് ഓടിച്ചു പോവുകയായിരുന്നു ഡ്രൈവർ. അതിൽ യാത്രക്കാരുമുണ്ടായിരുന്നു. പക്ഷേ ആഴങ്ങളിലേക്ക് കാറ് പോകുന്ന ദൃശ്യങ്ങൾ ഭീതിയോടെ മാത്രമേ കാണാനാകൂ. काचा बंद करा, काचा चालू नहीं होगी गाड़ी. पूरा बैठ गया. മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോകണം. ധർമ്മസ്ഥലയിൽ നമുക്കറിയാം, ധർമ്മസ്ഥലയിലെ ആഴത്തിൽ കുഴിച്ചുള്ള തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ് താൽക്കാലികമായി. അതിന് ഒരുപാട് കാരണങ്ങളുമുണ്ട്. നടപടികൾ അവസാനിക്കാൻ പല കോണുകളിൽ നിന്നും സമ്മർദ്ദം ശക്തമാകുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. അന്വേഷണം ഊർജിതമാക്കി SIT സംഘം മുന്നോട്ട് പോകുന്നു എന്നാണ് ബൈജു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പോയിന്റ് 6 നിന്നും 11 നിന്നും ലഭിച്ച മനുഷ്യാസ്ഥികൂടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. പ്രതിപക്ഷ പാർട്ടികളിലെയും ഭരണപക്ഷത്തെയും അംഗങ്ങൾ SIT അന്വേഷണം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നതും പ്രശ്നമാവുകയാണ്. ക്ഷേത്രത്തെ തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് ഇവരുടെ വാദം. എന്നാൽ അന്വേഷണത്തിൽ ഒരു തരത്തിലും ഇടപെടില്ലെന്ന് ആഭ്യന്തരമന്ത്രി പരമേശ്വര വ്യക്തമാക്കിയിട്ടുണ്ട്. KV ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ട്. ധർമ്മസ്ഥലയിൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിനിടെയും SITയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഫോറൻസിക് പരിശോധനാ ഫലം അത് വളരെ നിർണായകമാണ്. അതായത് പോയിന്റ് 6 അതുപോലെ തന്നെ 11A നിന്നുമാണ് ഇത്തരത്തിൽ മനുഷ്യൻ്റെ പൂർണ്ണ അസ്ഥികൂടവും ഒപ്പം 60ഓളം അസ്ഥികൾ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ പോയിന്റ് 6 നിന്നും ലഭിച്ച അസ്ഥി അത് വളരെ പ്രധാനമാണ്. കാരണം ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ കൃത്യസ്ഥലത്ത് നിന്ന് തന്നെ നേത്രാവതി പുഴയോരത്ത് നിന്നാണ് ഈ മൃതദേഹാംശം ലഭിക്കുന്നത്. ഏതായാലും SIT ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ തുടരന്വേഷണം അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുക, കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക. കൂടുതൽ പരാതികൾ SITക്ക് മുന്നിൽ വരുന്ന സാഹചര്യം കൂടി നിലവിലുണ്ട്. അത്തരം കേസുകൾ കൃത്യമായി പഠിച്ചതിന് ശേഷം ഉചിതമായ നടപടികൾ സ്വീകരിക്കുക എന്ന് തന്നെയാണ്. ഇന്നും ബെൽത്തങ്ങാടിലെ SIT ഓഫീസിൽ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. IG തലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോഴും ഈ കേസ് അന്വേഷിക്കുന്നത്. നിലവിൽ SITയുടെ അന്വേഷണം പൂർണ്ണമായും നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു തീരുമാനം ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ എടുത്തിട്ടുള്ളത് SITയുടെ അന്വേഷണത്തിൽ ഇടപെടില്ല എന്നാണ്. അതോടൊപ്പം അദ്ദേഹം വ്യക്തമാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഫോറൻസിക് പരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കും ഇനി കുഴിച്ച് പരിശോധിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാവുക എന്നാണ്. പൂർണ്ണമായും ഈ അന്വേഷണം SITക്ക് തന്നെ വിട്ടിരിക്കുന്നു. അതായത് ഒരു ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നിയമസഭയിലും അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായി വന്ന ഒരു പരാതി ഈ ആന പാപ്പാനും അത് അവരുടെ സഹോദരിയും ഭൂമി സംബന്ധമായ പ്രശ്നത്തിന് വേണ്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സംഭവം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ്. അത്തരത്തിൽ നിരവധി പരാതികളാണ് SITക്ക് മുന്നിൽ ഇപ്പോഴും ഉള്ളത്. ഏതായാലും 90 ദിവസത്തെ സമയം SITക്കുണ്ട്. ഈ പരിശോധന പൂർത്തിയാക്കി 90 ദിവസത്തിനകം ഈ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതി. ഒരു പക്ഷേ പ്രാഥമികമായ ഒരു റിപ്പോർട്ട് SIT ഉടൻ തന്നെ സമർപ്പിച്ചേക്കാം. എന്തായാലും ഇവരുടെ നീക്കങ്ങളൊന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളോട് പങ്കുവെച്ചുകൊണ്ടല്ല. നിലവിൽ ഇതുവരെ ഒരു സ്ഥിരീകരണവും SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തെളിവുകൾ ലഭിച്ചു അത്തരം ഒരു സ്ഥിരീകരണവും SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത്തരം മൃതദേഹാംശങ്ങൾ ലഭിച്ചു എന്നതിന് പോലും സ്ഥിരീകരണമില്ലാത്ത സാഹചര്യമുണ്ട്. ഏതായാലും 13 പോയിന്റുകളാണ് പരിശോധിച്ചത്. അതോടൊപ്പം
4 അടയാളപ്പെടുത്താത്ത പോയിന്റും ഇത്തരത്തിൽ 19-ാം തീയതി, അതായത് ജൂലൈ 19-നാണ് ഈ SIT അന്വേഷണം ആരംഭിക്കുന്നത്. കൃത്യം 1 മാസമായിരിക്കുന്നു അന്വേഷണം ഇപ്പോഴും അവസാനിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോഴും ഈ ചുരുളഴിയാതെ തന്നെ ഈ രഹസ്യം, ഭൂമിക്ക് അടിയിലുള്ള ഈ രഹസ്യം, മണ്ണിനടിയിലുള്ള രഹസ്യം ഇപ്പോഴും നിൽക്കുന്നു ധർമ്മസ്ഥലയിൽ എന്ന് പറയേണ്ടി വരും. എന്തായാലും SITയെ സംബന്ധിച്ചിടത്തോളം 90 ദിവസത്തിനകം ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ച്, ഇനി അതല്ല ഈ സാക്ഷി ഏതെങ്കിലും തരത്തിൽ വ്യാജമായാണ് ഇത്തരത്തിൽ മൊഴി നൽകിയതെങ്കിൽ സാക്ഷിയെ കസ്റ്റഡിയിലെടുക്കാം, കൃത്യമായി ചോദ്യം ചെയ്യാം, ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ SITക്ക് സാധിക്കും. എന്നാലും SIT ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം സാക്ഷി നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് SIT അതിന് തയ്യാറെടുക്കാതെ ഈ സാക്ഷിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് പരിശോധന നടത്തിയാണ് ധർമ്മസ്ഥലയിൽ നമ്മൾ കണ്ടത്. എന്തായാലും ഇനിയുള്ള ഓരോ ദിവസവും SITയുടെ അന്വേഷണം അത് ഇനി ഏത് രീതിയിലായിരിക്കും എന്നത് സംബന്ധിച്ചായിരിക്കും ഇതിലേറ്റവും പ്രധാനം. SITയുടെ ആ നീക്കങ്ങൾ തന്നെയായിരിക്കും ഇതിലേറ്റവും പ്രധാനം. ഏതെങ്കിലും തരത്തിൽ ആരോടും പങ്കുവെക്കാതെ വളരെ രഹസ്യ സ്വഭാവത്തിൽ തന്നെയാണ് SITയുടെ പരിശോധന അല്ലെങ്കിൽ അന്വേഷണം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ധർമ്മസ്ഥലയിൽ എന്ന് പറയേണ്ടി വരും. KB ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്ക് പോകാം. മുകളിൽ ഒരാളുണ്ട്. ഒരു 5 വയസ്സുകാരനായ കുട്ടിയെ കുറേ നായ്ക്കൾ ചേർന്ന് ആക്രമിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഉദയ്പൂരിൽ നിന്നാണ്. പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി. അപ്പോഴാണ് ഈ നായ്ക്കളുടെ കൂട്ടം ഓടി വന്ന് വളരെ പെട്ടെന്ന് ഈ കുട്ടിയെ അറ്റാക്ക് ചെയ്ത കാഴ്ച വന്നത്. ഉദയ്പൂരിൽ നിന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കാഴ്ച. പിന്നീട് അതിൻ്റെ മാതാവ് ഓടിയെത്തി കുട്ടിയെ രക്ഷിച്ച് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ കുട്ടിയെ നായ്ക്കൾ കടിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ. കേരളം പിടിക്കാൻ BJPക്ക് കുറേ ഒരുക്കങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പുതിയ തന്ത്രവുമായി BJP. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകുന്ന നേതാക്കൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതേ മണ്ഡലങ്ങളുടെ ചുമതല നൽകാനാണ് നീക്കം. പ്രമുഖ നേതാക്കൾക്ക് 2 വീതം മണ്ഡലങ്ങളാണ് വീതിച്ചു നൽകുക. ഇവയിൽ ഒരു മണ്ഡലത്തിലാകും പ്രധാനപ്പെട്ട നേതാക്കൾ സ്ഥാനാർത്ഥികളാവുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പ്രവർത്തിക്കുന്നതിലൂടെ താഴെത്തട്ടിൽ വരെ ബന്ധമുണ്ടാക്കാൻ ഇത് ഉപകരിക്കുമെന്നും BJP കരുതുന്നു. 22-ന്, അതായത് 2 ദിവസത്തിന് ശേഷം അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗത്തോടെ മണ്ഡല ചുമതലകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരം. ജി ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചാണ്. ശ്രീജിത്ത്, ഇതായപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വലിയൊരു മാനദണ്ഡമാണ് BJPക്ക്. കാരണം കൂടുതൽ മണ്ഡലങ്ങൾ ലക്ഷ്യം വെക്കുന്നു, കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം ലക്ഷ്യം വെക്കുന്നു. അവിടെ ഒരു പുതിയ തന്ത്രം പരീക്ഷിച്ച് വിജയിച്ചാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേ തരത്തിൽ മുന്നോട്ട് പോകാമെന്നുള്ള ആത്മവിശ്വാസമാണോ പാർട്ടിക്ക്? നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് BJPയുടെ ഒരു പുതിയ നീക്കം നടത്തുന്നത്. സാധാരണഗതിയിൽ BJPയെ സംബന്ധിച്ച് 30 മണ്ഡലങ്ങളാണ് A ക്ലാസ് മണ്ഡലങ്ങളുള്ളത്. ഇത് മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള മുതിർന്ന നേതാക്കൾ പലപ്പോഴും വന്ന് മത്സരിക്കേണ്ട സാഹചര്യമുണ്ട്. അതാത് ജില്ലകളിലെ ആളുകൾ തന്നെയല്ല. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ താഴെത്തട്ടിൽ വരെയുള്ള പരിചയം പല നേതാക്കൾക്കും പലപ്പോഴും ഉണ്ടാകില്ല. ഏറ്റവും അവസാന നിമിഷം തെരഞ്ഞെടുപ്പിന് ഒരു 30 ദിവസമൊക്കെ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് പലപ്പോഴും സ്ഥാനാർത്ഥി നിർണയങ്ങൾ ഉണ്ടാകുക. അതിന് വിപരീതമായി മുൻകൂട്ടി പ്രവർത്തിക്കുന്ന രീതിയുള്ളത് വി മുരളീധരനെ പോലെ അല്ലെങ്കിൽ PK കൃഷ്ണദാസിനെ പോലെയുള്ള ചില നേതാക്കൾക്കാണ്. വി മുരളീധരൻ അതിൻ്റെ ഗുണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നും BJP വിലയിരുത്തുന്നുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് BJP വളരെ മുൻകൂട്ടി ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ മുതിർന്ന നേതാക്കൾക്ക് തന്നെ നിർദ്ദേശം നൽകുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഫലത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലങ്ങളുടെ ചുമതല നൽകുന്നത്. ഒരു പ്രധാനപ്പെട്ട നേതാവിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുള്ള നേതാവിന് 2 നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതല നൽകുക, അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന ദൗത്യം. ഒന്നിലധികം നേതാക്കൾക്ക് ഈ മണ്ഡലങ്ങളുടെ ചുമതലയുണ്ടാകും. അതിന് പ്രധാന കാരണം ഈ ഒരു നേതാവ് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ മറ്റേ മണ്ഡലത്തിൽ ആര് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ നീക്കം. ആ മണ്ഡലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി വിജയം മുതിർന്ന നേതാക്കൾ തന്നെ നേതൃത്വം കൊടുത്ത് നേടിയെടുക്കുക എന്നതും BJPയുടെ ലക്ഷ്യങ്ങളിലൊന്നാണ്. താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് വേണ്ടി ഫലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ നേതാക്കൾ പ്രവർത്തിക്കുമ്പോൾ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരിച്ചും
ആ ഒരു പ്രവർത്തനം ഉണ്ടാകും. അതായത് കാര്യക്ഷമമായ സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാകും എന്ന വിലയിരുത്തലാണ് BJP ഇങ്ങനൊരു ചർച്ചകൾ ഇങ്ങനൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്ന. പല നേതാക്കൾക്കും ഇതിനകം തന്നെ മണ്ഡലങ്ങളുടെ ചുമതല നൽകി കഴിഞ്ഞു. എന്തായാലും ഈ അമിത്ഷായുടെ വരവോടെ 22-ന് ചേരുന്ന യോഗത്തോടെ ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത ഉണ്ടാകും. അന്തിമമായ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നതിൽ ഒരു പട്ടിക തന്നെ ഉണ്ടാകും. അതനുസരിച്ചായിരിക്കും തുടർ നീക്കങ്ങൾ ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നു എന്ന നിലയിൽ തന്നെ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഫലത്തിൽ BJP കടക്കുകയാണ്. ശ്രീജിത്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ക്രൈസ്തവ മേഖലയോട് അടുക്കാനുള്ള സംസ്ഥാന BJPയുടെ നീക്കത്തോട് എതിർപ്പ് തുടരുകയാണ് ഹിന്ദു ഐക്യവേദി നേതാക്കൾ. പല സഭാ അധ്യക്ഷന്മാരും പാർട്ടിയോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് ഹൈന്ദവ സംഘടനകളുടെ വിയോജിപ്പ് BJPയെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. അതേസമയം മതപരിവർത്തന നിരോധന നിയമത്തിനായി പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങേണ്ട എന്ന സംഘപരിവാർ തീരുമാനം BJPയുടെ നിലപാട് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. Q18-ലാണ് ഹിന്ദു ഐക്യവേദി മുൻ പ്രസിഡന്റ് KP ശശികലയുടെ പ്രതികരണം. അപർണ കുറുപ്പിന്റെ റിപ്പോർട്ട്. സുരേഷ് ഗോപിയുടെ വിജയവും അതിനുശേഷം മുനമ്പത്ത് നേടിയ ഐക്യവും ക്രൈസ്തവ വോട്ടുകളിൽ BJPക്ക് വലിയ പ്രതീക്ഷ നൽകുന്നിടത്ത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഛത്തീസ്ഗഡ് കന്യാസ്ത്രീകളുടെ ജയിൽവാസം. എന്നാൽ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിയത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരുടെ ഇടപെടലാണെന്ന BJP വാദത്തോടെ വീണ്ടും സഭാ BJP സൗഹൃദം മെച്ചപ്പെടുത്തുന്നതിനിടയിലാണ് ഹിന്ദു ഐക്യവേദി വിയോജിപ്പ് വ്യക്തമാക്കിയത്. ആ വിമർശനം ഇപ്പോഴും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് സംഘപരിവാർ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ. ആരെയെങ്കിലും സോപ്പിട്ട് വോട്ട് കിട്ടാൻ നടക്കരുതെന്നും പള്ളി അരമനകളല്ല ന്യൂനപക്ഷ വോട്ടുകൾ തീരുമാനിക്കുന്നതെന്നുമുള്ള KP ശശികലയുടെ പ്രതികരണം വിമർശനത്തിൽ നിന്ന് ഹിന്ദു ഐക്യവേദി പിന്നോട്ടില്ല എന്നത് കൂടിയാണ് വ്യക്തമാക്കുന്നത്. ആരെങ്കിലുമൊക്കെ സോപ്പിട്ടാൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ അസുഖത്തെയല്ലേ കാണിക്കണത്. അതിന് ചികിത്സ വേണം. ന്യൂനപക്ഷത്തെയോ ഭൂരിപക്ഷത്തെയോ പ്രീണിപ്പിച്ചുകൊണ്ടല്ല ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകേണ്ടത്, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇന്ത്യയിലെമ്പാടും നടക്കുന്ന നിർബന്ധിത മതപരിവർത്തനത്തിന് ചരട് വലിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ സഭകളാണെന്ന കടുത്ത ആരോപണവും KP ശശികല ന്യൂസ് 18 Q18-ൽ ഉന്നയിച്ചു. പ്രധാനപ്പെട്ട സഭകൾ ഇത്തരത്തിൽ ഇന്ന് സുവിശേഷ കേരളത്തിൽ വരുന്നില്ല. ഛത്തീസ്ഗഡിൽ പോയത് ആരായിരുന്നു? ഏത് സഭയുടെ ആളുകളായിരുന്നു? മറ്റ് സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ സംഘടനകൾ ആവശ്യപ്പെടുന്നതുപോലെ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിനെതിരെ കേരളത്തിൽ പ്രത്യക്ഷ പ്രക്ഷോഭത്തിലേക്ക് കടക്കാൻ ഐക്യവേദി പക്ഷേ ഉദ്ദേശിക്കുന്നില്ല. എല്ലാം നമുക്ക് ജനകീയ പ്രക്ഷോഭം എന്ന നിലയിലേക്ക് അടിയന്തര ഘട്ടം വരുമ്പോഴാണ് നമ്മൾ ജനകീയ പ്രക്ഷോഭം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനകീയ പ്രക്ഷോഭത്തിൻ്റെ രീതിയിലല്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യം മതപരിവർത്തനം അതിപ്പോൾ കൂടുതൽ ചർച്ചയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് കൂടി ആലോചിച്ചു വേണം. കേരളത്തിൽ അങ്ങനെ ഒരു ഫോക്കസ് ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് BJP കൂടെ ഉൾപ്പെടുത്താറുണ്ട്. കേരളത്തിൽ മതം മാറ്റം പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ജനകീയ പ്രക്ഷോഭം വേണോ വേണ്ടോ എന്നുള്ളത് ഞാൻ ഒറ്റയ്ക്കല്ല പറയുക, അത് നമുക്ക് കൂടി ആലോചിച്ചിട്ടേ പറയാൻ സാധിക്കൂ. സംസ്ഥാന BJPയുടെ നിലപാട് നിർണായകമായതിനാൽ വിഷയത്തിൽ ചർച്ചകൾ ഇനിയും ബാക്കിയുണ്ടെന്ന് കൂടിയാണ് സൂചനകൾ. മാത്രമല്ല ക്രൈസ്തവ സഭകളെ പിണക്കി തെരഞ്ഞെടുപ്പ് കാലത്ത് BJP ആ നിലപാടിന് അനുകൂലമാകുമോ എന്നതും വലിയ ചോദ്യമാണ്. അപർണ കുറുപ്പ്, ന്യൂസ് 18. നിമിഷപ്രിയയ്ക്ക് വേണ്ടി പണം പിരിക്കുന്നുവെന്ന പ്രചരണം തെറ്റെന്ന വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ. കെ പോൾ എന്ന വ്യക്തിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിനെതിരെയാണ് കേന്ദ്രത്തിൻ്റെ വിശദീകരണം. ഭോജനത്തിനായി 8.3 കോടി രൂപ സർക്കാർ പിരിക്കുന്നുവെന്ന് കാട്ടിയാണ് ഇയാൾ പോസ്റ്റ് ഇട്ടിരുന്നത്. വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് സർക്കാർ കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ പ്രതി റമീസിനെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം റമീസുമായി നാളെ തെളിവെടുപ്പ് നടത്തും. ഇന്നലെ അറസ്റ്റിലായ റമീസിന്റെ മാതാപിതാക്കളെയും സുഹൃത്ത് സഹദിനെയും കോടതി റിമാൻഡ് ചെയ്തിരുന്നു. റമീസിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. പെൺകുട്ടിയെ മർദ്ദിച്ച പ്രതിയുടെ പനായിക്കുളത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തേക്കും. ഇന്നലെ അറസ്റ്റിലായ റമീസിന്റെ മാതാപിതാക്കളെയും സുഹൃത്ത് സഹദിനെയും റിമാൻഡ് ചെയ്തിരുന്നു. അവരെയും കസ്റ്റഡിയിൽ ഉടൻ ആവശ്യപ്പെടും. പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. മതപരിവർത്തനം അടക്കമുള്ള ആരോപണങ്ങൾ റമീസിനും മാതാപിതാക്കൾക്കുമെതിരെയുണ്ട്. ആത്മഹത്യാ പ്രേരണാകുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയത്. കേസിൽ പിതാവ് റഹീം 2ാം പ്രതിയും മാതാവ് ഷെരീഫ 3ാം പ്രതിയുമാണ്. റമീസിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം ലഭിക്കാൻ കാത്തിരിക്കുകയാണ്. മതം മാറ്റത്തിന് വിസമ്മതിച്ചതോടെ ആൺ സുഹൃത്ത് റമീസിൽ നിന്നുണ്ടായ കടുത്ത അവഗണനയെ തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം. ന്യൂസ് 18 കൊച്ചി.
ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ നിർണായക ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രതി പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പ്രതി സന്ദീപ് പോലീസ് ഉദ്യോഗസ്ഥന്റെ തലയിൽ ആയുധം ഉപയോഗിച്ച് കുത്തുന്നതാണ് ദൃശ്യങ്ങളിൽ. കേസിൽ സാക്ഷി വിസ്താരം തുടരുകയാണ്. 2023 മെയ് 10 ഡോക്ടർ വന്ദനദാസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ക്രൂരമായി കൊല്ലപ്പെട്ടത്. വന്ദനയെ ആക്രമിച്ച സന്ദീപ് കത്തിയുമായി പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കൊട്ടാരക്കര സ്റ്റേഷനിലെ ASI മണിലാലിനെയാണ് പ്രതി ആക്രമിച്ചത്. സന്ദീപിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന പുയപ്പള്ളി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ ബേബി മോഹനനെയും ഡോക്ടർ വന്ദനദാസിന്റെ സഹപ്രവർത്തകനായ ഡോക്ടർ ഷിബിനും ദൃശ്യങ്ങളിലുണ്ട്. ആയുധം ഉപയോഗിച്ചാണ് പ്രതി എല്ലാവരെയും ആക്രമിച്ചത്. കേസിൽ സാക്ഷി വിസ്താരം തുടരുകയാണ്. ആശുപത്രി ജീവനക്കാരായ മിനിമോൾ, പ്രദീപ, രമ്യ എന്നിവർ കോടതിയിൽ മൊഴി നൽകി. പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും സാക്ഷികൾ കോടതിയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ബിജീഷ്, ആശുപത്രി ജീവനക്കാരിയായ ജയന്തി, വന്ദനയുടെ സഹപാഠി ഡോക്ടർ മുബീന എന്നിവരെ അടുത്ത ദിവസം വിസ്തരിക്കും. ന്യൂസ് 18 കൊട്ടാരക്കര. കോഴിക്കോട് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ച 9 വയസ്സുകാരിയുടെ സഹോദരങ്ങളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവർക്കും പനി ലക്ഷണം കണ്ടതോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെയാണ് ഇളയ സഹോദരനായ 7 വയസ്സുകാരന് പനി മൂർച്ഛിച്ചത്. പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു. കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്കായി സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. 9 മണി വാർത്ത ഇതോടെ പൂർണ്ണമാവുകയാണ്. ഇനി പോലീസ് പെട്രോളുമായി ടോം ചേരും.